ഇതാണ് എൻ്റെ ഓണത്തിന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ചും കൂടെ കളറുണ്ട്. ഇപ്പോൾ ഈ ലൈറ്റ് വെട്ട് ആയതുകൊണ്ടാണ് ഒരു മാമ്പഴ കളർ പോലെയാണ്. അമ്മയാണ് തച്ച് തരുന്നത്. എൻ്റെ ഓണത്തിന് വേണ്ടിയുള്ള സംഭവമാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നോക്കൂ. അമ്മ ഞുറിയൊക്കെ എടുത്ത് ഞാൻ ജസ്റ്റ് ഹാഫ് ഇന്ന് എൻ്റെ ഓണക്കോടി തച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ. ഓണക്കോടിയല്ല, എൻ്റെ ഓണ ഫംഗ്ഷന് ഞാൻ എന്താ പറയുക, ധാവണിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധാവണിക്ക് വേണ്ടി അമ്മ തയ്ക്കണയാണ്. എങ്ങനെ അമ്മ തച്ചുകൊണ്ടിരിക്കുകയാണ്, ഞുറി തച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഉടുപ്പും ഞാൻ ഈ മെറ്റീരിയൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ പ്രോസസ്സ് ഞാൻ എന്ത് ചെയ്യാം, ഇതുപോലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അല്ല, അപ്ഡേറ്റ് അല്ലല്ലോ, ഇത് തച്ച് തീരണ വരെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ വീഡിയോ ആവുമെന്നൊന്നും എനിക്കറിയാം, എങ്ങനെ ഡ്രസ്സ് ആവുമെന്നൊന്നും അറിയത്തില്ല. അമ്മയ്ക്ക് തയ്ക്കുക അങ്ങനെ ഭയങ്കരമായിട്ട് അമ്മ തയ്യക്കാരിയൊന്നും അല്ല. അമ്മ തയ്ച്ച് ജസ്റ്റ് പറഞ്ഞു തരണതാണ്. എനിക്കറിയത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് അമ്മ തച്ച് തന്നത്. ഇനിയൊരു ഷോളും കൂടെ വരുന്നുണ്ട്, ധാവണിയില്ലേ. അപ്പോൾ ഞാൻ നേരത്തെ കോളേജിലെത്തിയായിരുന്നു. കോളേജിലെത്തി എൻ്റെ 2 ഫ്രണ്ട്സിന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ബാക്കി ആരും വന്നില്ല. അപ്പോൾ നമ്മൾ 3 പേരേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഒരു ചെറിയ തട്ടുക്കുട്ടി ഡാൻസും ഉണ്ട്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു. എന്താവോ എന്തോ. പിന്നെ ക്ലാസ്സിലെ ഓരോ മീൻസ് ബോയ്സും അവരവരുടെ കോസ്റ്റ്യൂംസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഓരോരുത്തരും ഓരോ ടൈപ്പ് എന്ന് വെച്ചാൽ ഈ ക്ലാസ്സുകാർ ഇങ്ങനത്തെ ടൈപ്പാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഒരു രസമാണ്. കാരണം ഓരോരുത്തരും ഓരോ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതേ. അപ്പോൾ ഇതാണ് എൻ്റെ ഈ കോസ്റ്റ്യൂംസ്. ഇങ്ങനെയുണ്ട്, എന്നെ സുന്ദരിയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ ഞങ്ങളുടെ ഡാൻസ് വീഡിയോ വോയിസ് ഒന്നും നമുക്ക് ഫുൾ വീഡിയോയിൽ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, കാരണം അവർ കോപ്പിറൈറ്റ് തന്ന് ചാനൽ പൂട്ടിക്കും. അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഞാൻ ഷോർട്ടിൽ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, റീൽസായിട്ട് ഇട്ടേക്കാം. പിന്നെ എന്തുവാ, പിന്നെ കണ്ടോ, ഓരോരുത്തരും ഓരോ ടൈപ്പ് ഡ്രസ്സും എന്ന് വെച്ചാൽ അവരുടെ കളർ മനസ്സിലായില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റേജിൽ വന്ന് ഇനി പ്രോഗ്രാംസാണ്. ഇതിന് ശേഷമാണ് നമ്മൾ ഡാൻസ്. ഞാൻ കുറച്ച് ഫ്രണ്ടിൽ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് നമ്മളുടെ ഡാൻസൊക്കെ കാണാനൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. കുറച്ച് നേരം ഫസ്റ്റ് കുറച്ച് ലാഗ് അടിച്ചെങ്കിലും പിന്നെ രസമായിരുന്നു. നമ്മൾ 3 പേരുമാണ് വന്നത്. കണ്ടോ, എല്ലാവരും പിന്നെ അങ്ങ് ഡാൻസ് തുടങ്ങി. എല്ലാവരും അടിച്ചു പൊളിക്കുകയായിരുന്നു. നമ്മളെ കോളേജ് ഒരു വിഷയമായിരുന്നു അന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 3 പേരാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കാരണം ഒരുപാട് പേര് ഇങ്ങനെ കാണാൻ നമ്മൾ കോളേജ് ഡേ ഒക്കെ മിസ്സാവും കേട്ടോ. നമുക്ക് ഈ ടൈമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് 3 പേരാണെങ്കിലും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നമ്മുടെ ഓണാഘോഷം അങ്ങനെ എൻ്റെ കോളേജിൽ അവസാനിച്ചു. പിന്നെ ഇനി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഇന്ന് 1-ാം ഓണമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി 1-ാം ഓണം. പിന്നെ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരണമെന്നുണ്ട് വീഡിയോയിൽ. പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി. ഓണ ഫംഗ്ഷനും കോളേജിലുള്ള പ്രാക്ടീസും ഒക്കെ ആയിട്ടാണ് ഞാൻ അങ്ങനെ പോയി. അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത്. എന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ അതിൻ്റെ റിപ്ലൈ ഒക്കെ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. കാരണം yes or no വെച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ നേരെ വന്നത് വില്ലേജ് ഓഫീസിലാണ്. 1 മാസം മുമ്പ് കൊടുത്ത വരുമാന സർട്ടിഫിക്കറ്റ് എനിക്ക് ഇതുവരെ പ്രോസസ്സിങ് ആയില്ല. കാരണം എനിക്ക് നാളെ തന്നെ കോളേജിൽ കൊടുക്കേണ്ട സാധനമാണ്. അതുകൊണ്ട് അവർ അക്ഷയയിലുള്ളവർ പറഞ്ഞു വന്ന് വില്ലേജ് ഓഫീസിൻ്റെ പോയി കാണുമെന്ന്. അങ്ങനെ കുറേ നേരം വില്ലേജ് ഓഫീസറോട് സംസാരിച്ച് കാര്യം കൈയൊക്കെ പിടിച്ചിട്ട് ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ പട്ടിക്കുട്ടികളുടെയും പട്ടിയുടെയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ കാണാൻ ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.